സിനിജി, നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് പുറത്തു വരുന്നത്. അതായത് ഇന്ത്യയുടെ മിസൈൽ സംവിധാനം ഫ്രാൻസ് വാങ്ങുന്നു. ഈ ഇന്ത്യയുടെ മിസൈൽ സംവിധാനമൊക്കെ മറ്റൊരു രാജ്യം വാങ്ങുന്ന തരത്തിലേക്ക് ഇന്ത്യ വളർന്നു. പ്രത്യേകിച്ച് ഈ ആയുധങ്ങളിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നത് അമേരിക്ക എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അമേരിക്കയെ മറികടന്ന് ഇന്ത്യയിലേക്ക് ഒരു രാജ്യം വരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യം അതിനും വേണ്ടി മാത്രം വളർന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും. എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാൻ വളരെ കാര്യം. കാരണം അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ആയുധം വാങ്ങാതെ ഇന്ത്യ പോലെ രാജ്യത്ത് നിന്ന് ഫ്രാൻസ് വന്ന് ആയുധം വാങ്ങുന്നത്. പിനാക്കെ എന്ന് പറയുന്ന മിസൈൽ സിസ്റ്റമാണ് വാങ്ങുന്നത്. അതായത് മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ റോക്കറ്റൊക്കെ ലോഞ്ച് ചെയ്യത്തില്ല, മീൻസ് മിസൈൽ വിടുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ദിശയിലേക്കാണ് മിസൈൽ വിടുന്നത്. ഇപ്പം നമ്മുടെ ഈ പിനാക്കയുടെ പ്രത്യേകത ഒരേ സമയം ഒരേ ദിശയിലും പല ദിശകളിലേക്കും മാറ്റിവിടാൻ കഴിയും. അത്തരത്തിൽ വ്യത്യസ്തമായ ഒരു മിസൈൽ സംവിധാനമാണ് പിനാക്കെ എന്ന് പറയുന്നത്. അപ്പം മറ്റ് രാജ്യങ്ങൾക്കൊന്നുമില്ലാതെ നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം വരുന്നത്. അപ്പോൾ ഫ്രാൻസിൻ്റെ ആർമിയുടെ ബ്രിഗേഡിയർ ജനറൽ ഉണ്ട്, റിച്ചോ. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയും ഈ മിസൈലിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു. ഇതിൻ്റെ ഉപയോഗങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഫ്രാൻസിന് അല്ലെങ്കിൽ ഫ്രഞ്ച് സേനയ്ക്ക് ഇത്തരത്തിലുള്ളൊരു പ്രതിരോധ സംവിധാനം വേണമെന്ന് പറയുന്നത്. അത് ഇന്ത്യക്ക് എന്നും അഭിമാനിക്കാവുന്നതാണ്. അമേരിക്കയ്ക്ക് പോലും അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ഇന്ത്യ വളർച്ച പ്രാപിക്കുന്നു. അപ്പോൾ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ, അത് വിൽപ്പന നടത്തുന്ന കാര്യത്തിലൊക്കെ ഇന്ത്യക്ക് വലിയ കുതിച്ചുകയറ്റമാണ്. 100ഓളം രാജ്യങ്ങളുമായിട്ട് നമുക്ക് പ്രതിരോധ രംഗത്ത്, ആയുധ ഇടപാടുമായി ബന്ധമുള്ള രംഗത്തൊക്കെ ഇടപാടുകൾ, കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ റഷ്യ കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഏറ്റവും നല്ലൊരു കൂട്ടെന്ന് പറഞ്ഞാൽ ആയുധ മേഖലയിൽ ഇടപാടിലൊക്കെ റഷ്യയാണ്. റഷ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇടപാട് നടത്തുന്നത് ഫ്രാൻസുമായിട്ടാണ്. 29% കയറ്റുമതി. ഇതിനിടയ്ക്കാണ് പിനാക്കെ മിസൈൽ എന്ന് പറയുന്ന ഈ സംവിധാനം ഇവർ വേണമെന്ന് പറയുന്നത്. ഇത് രൂപകൽപ്പന ചെയ്തത് നമ്മുടെ DRDO എന്ന് പറയുന്നത്, അപ്പോൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, നമ്മുടെ ഒരു ഏജൻസിയാണ്. അപ്പോൾ ഈ ഡിഫൻസ് മേഖലയിലെ സംഭവങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഇവരാണ്. അപ്പോൾ ഈ DRDO സ്വന്തമായിട്ടൊരു മിസൈൽ രൂപകൽപ്പന ചെയ്യുക. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞത് റഷ്യയുടെ ഗ്രാൻഡ് BM-21 എന്ന് പറഞ്ഞൊരു മിസൈൽ ഉണ്ടായിരുന്നു. ഈ മിസൈലിൻ്റെ സമാന മാതൃകയിൽ തദ്ദേശീയമായി നമ്മളൊരു മിസൈൽ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അതാണ് പിനാക്കെ. അതിന് വലിയ ഗുണമുണ്ടായെന്ന് മനസ്സിലായപ്പോഴാണെന്നറിയോ, ഈ പാകിസ്ഥാനുമായിട്ട് നമ്മൾ അടുത്ത കാലത്തൊരു യുദ്ധം നടന്നു, കാർഗിൽ യുദ്ധം. ഈ കാർഗിൽ യുദ്ധ സമയത്ത് നമ്മൾ ഈ പിനാക്കെ മിസൈൽ കൃത്യമായി ഉപയോഗിക്കുകയും അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന മിസൈൽ ഉണ്ടാക്കുമ്പോൾ അതിന് വൻതോതിൽ ചിലവ് വരും. പക്ഷേ ഇന്ത്യ ഉണ്ടാക്കുമ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിക്കും. അതുകൊണ്ട് നമുക്ക് വിൽക്കാനും ചിലവ് കുറഞ്ഞ രീതിയിൽ പറ്റും. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് മറ്റ് രാജ്യങ്ങൾക്ക് നമ്മുടെ രാജ്യത്തു നിന്ന് മിസൈൽ വാങ്ങാം. ഇപ്പോൾ അർമേനിയ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ഈ അർമേനിയ വന്നിട്ട് ഇന്ത്യയിൽ നിന്ന് ഈ പിനാക്ക് മിസൈൽ സിസ്റ്റം വാങ്ങി. അപ്പോഴാണ് ഫ്രാൻസ് ഇതിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിച്ചത്. അപ്പോൾ ഇന്ത്യ എടുത്ത് പറഞ്ഞു, ഞങ്ങൾക്കിത് കിട്ടിയേ പറ്റുള്ളൂ, ഞങ്ങൾക്കിത് തന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് ആകെപ്പാടെ ഒരു അങ്കലാപ്പേടാ, ഞങ്ങൾക്കും ഇത്തരമുള്ളൊരു സാധനം ഇന്ത്യ വളർന്നോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 38 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൂരപരിധി. ഫ്രീ ഫ്ലൈറ്റ് ആർട്ടിലറി റോക്കറ്റ് ഏരിയ ബോംബർമെൻറ്റ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇതിൻ്റെ അഡ്വാൻസ്ഡ് ടെക്നോളജിയിലേക്ക് നമ്മൾ പോയി. ഇപ്പോൾ ഇത് പറയുന്നത് MK1 എന്ന് പറയുന്നത്, MK1 ഉണ്ടാവും, MK2 ഉണ്ടാവും, അങ്ങനെ അഡ്വാൻസ്ഡ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ പിനാക്കെ മിസൈലിന് വലിയ ആരാധകരുണ്ട്. ഇപ്പം മിഡിൽ ഈസ്റ്റിലെ കുറേ രാജ്യങ്ങളുണ്ട്, യൂറോപ്പിലെ കുറേ രാജ്യങ്ങളുണ്ട്. അപ്പം ഫ്രാൻസിനെ പോലെ ചെറുതും വലുതുമായ കൂടുതൽ രാജ്യങ്ങൾ ഇനി ഇന്ത്യയിലേക്ക് വരും. ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഒരു സമയം 12 റോക്കറ്റുകൾ വരെ വിവിധ ദിശകളിലേക്ക് വിടാൻ പറ്റും. അപ്പോൾ ഈ റോക്കറ്റ് വിടുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, യുദ്ധമേഖലയിൽ പുതിയ കാലഘട്ടത്തിൽ ഡ്രോണുകൾ വരും. ഈ ഡ്രോണുകൾ വന്നിട്ട് ഈ മിസൈലുകളൊക്കെ നശിപ്പിക്കും. അപ്പോൾ ഡ്രോൺ എവിടുന്ന് എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ നശിപ്പിച്ചാൽ ഈ മിസൈലുകൾ കൊണ്ടുള്ള പ്രയോജനം ഇല്ലാതായി മാറില്ല. അങ്ങനെ വരുന്ന ഡ്രോണുകളെ പോലും കബളിപ്പിക്കാൻ കഴിയുന്ന ഷൂട്ട് ആൻഡ് സ്കൂട്ട് എന്ന് പറയുന്ന സംവിധാനം ഇതിനകത്തുണ്ട്. ഷൂട്ട് ആൻഡ് സ്കൂട്ട് എന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്ത് കഴിയുന്നു നമ്മൾ മിസൈൽ. ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ഈ ഡ്രോണൊക്കെ വന്നാൽ ഇത് പെട്ടെന്ന് അപ്രത്യക്ഷമാകും. എന്ന് പറഞ്ഞാൽ മറ്റ് സംവിധാനത്തിന് ഇതിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷേ കൃത്യമായിട്ട് ലക്ഷ്യത്തിൽ ചെന്ന് തറയ്ക്കാനും ഈ മിസൈലിന് സാധിക്കും. അപ്പോൾ ഷൂട്ട് ആൻഡ് സ്കൂട്ട് എന്ന് പറയുന്ന പ്രത്യേക സംവിധാനം ഇതിനകത്തുള്ളത് കൊണ്ടാണ് ഈ എതിരായിട്ട് വരുന്ന മിസൈലുകളെ, റോക്കറ്റുകളെയൊക്കെ പ്രതിരോധിക്കാൻ ഈ പിനാക്കെ മിസൈലിന് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു മിസൈൽ വേണം എന്നുള്ളത് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പം അമേരിക്ക ബ്രഹ്മോസ് മിസൈൽ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ അത് വേണമെന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷേ അമേരിക്കയ്ക്ക് ഒന്നും മേടിക്കാൻ പറ്റില്ല. അമേരിക്ക മേടിച്ചാലുള്ള കുഴപ്പം, ഇന്ത്യയെ പോലൊരു രാജ്യത്തു നിന്ന് അമേരിക്ക ഇത്തരം ആയുധങ്ങൾ മേടിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ സന്ദേശമാണ് ലോക രാജ്യങ്ങൾക്ക് കൊടുക്കുന്നത്. കാരണം എന്താ, ഇത്രയും വലിയ ആയുധങ്ങളൊക്കെ വാങ്ങാൻ ഇന്ത്യയിലേക്കാണല്ലോ ആളുകൾ വരുന്നത്. ഈ ഇന്ത്യയിലേക്ക് ആളുകൾ വരുന്നത് കൊണ്ട് അമേരിക്കയുടെ ആയുധ വ്യാപാരം, ആയുധ കച്ചവടമൊക്കെ പതുക്കെ ഒന്ന് മന്ദീഭവിക്കും. അതുണ്ടാകാൻ പാടില്ല. മാത്രമല്ല റഷ്യയുമായി ചേർന്നാണ് നമ്മൾ ബ്രഹ്മോസ് മിസൈൽ രൂപകൽപ്പന ചെയ്തത്. അതുകൊണ്ട് അവരുമായി ചേർന്നിനി ഒരു രൂപകൽപ്പന ചെയ്ത സാധനം മേടിക്കേണ്ടതും അമേരിക്ക തീരുമാനിക്കുന്നു.
എന്തായാലും നമ്മൾ ഈ പ്രതിരോധ രംഗത്ത് വലിയ ശക്തിയായി മാറുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഈ പിനാക്ക മിസൈലിൻ്റെ വിൽപ്പനയിലൂടെ ഉണ്ടാകുന്നത്. ഒരു ബാറ്ററിക്ക്, അതായത് ഞാൻ പറഞ്ഞില്ല നേരത്തെ 12 മിസൈലാണ് വിടുന്നത്, അങ്ങനെ ഒരു ബാറ്ററിക്ക് 72 മിസൈലുകൾ വരെ തൊടുക്കാൻ കഴിയും. അതിനെ പ്രതിരോധിക്കാൻ പലപ്പോഴും അവർക്ക് കഴിയില്ല. അപ്പോൾ DRDO ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനിലേക്ക് കടക്കുന്നു. എന്ന് പറഞ്ഞാൽ നേരത്തെ പറയുന്ന ഈ റേഞ്ച് 38-ൽ നിന്ന് പിന്നീട് 90-ലേക്ക് മാറി. ഇപ്പോൾ 120 കിലോമീറ്റർ വരെ റേഞ്ച് ഇതിന് കൃത്യമായിട്ട് ലക്ഷ്യത്തിലെത്തിക്കാൻ സാധിക്കും. അത് 200ആയിട്ട് വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഏജൻസി ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഇന്ത്യ വൻതോതിൽ പൈസ ചിലവാക്കുന്നു. കഴിഞ്ഞ ഏതാണ്ട് 2013 1388 കോടി രൂപ നമ്മൾ ഇതിനായിട്ട് ചിലവാക്കി. അതിൻ്റെ ഫലമായിട്ട് 1000 മുതൽ 5000 വരെ പിനാക്ക മിസൈൽ നമുക്ക് ഓരോ വർഷവും ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിന് ആളുകൾ കൂടി വരുന്നു. ഏതാണ്ട് 2.5 മീറ്റർ മുതൽ 5.17 മീറ്റർ വരെ നീളമുണ്ട്. 100 മുതൽ 250 കിലോഗ്രാം വരെ ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ ഈ ബോംബ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഇതൊക്കെ ഈ മിസൈലിന് എന്താ പറയുക വഹിക്കാൻ കഴിയും. അത്രയും വിനാശകാരിയായ ഒരു മിസൈൽ സംവിധാനമാണ് ഈ പിനാക്ക. അതുകൊണ്ടാണ് UN ഐക്യരാഷ്ട്രസഭയിലെ ഈ സ്ഥിരം സമിതി അംഗങ്ങളുണ്ട്. ഈ സ്ഥിരം സമിതി അംഗങ്ങളായ ഒരു രാജ്യമാണ് ഫ്രാൻസ്. ആ സ്ഥിരം സമിതി അംഗമായ ഒരു രാജ്യം ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് വന്നിട്ട് മിസൈൽ സംവിധാനം വാങ്ങുന്നു. ഇത് ഇന്ത്യക്ക് അഭിമാനമാണ്. ലോകത്തെ ആയുധ കരാറിൽ ഇന്ത്യ വലിയൊരു കുതിച്ചുചാട്ടം നടത്തുന്നുവെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിൽ അമേരിക്കയ്ക്ക് ഫ്രാൻസിനോടൊരു എതിർപ്പുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം അമേരിക്കയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അത്ര സുഖത്തിലല്ല. ഇപ്പം അമേരിക്ക എന്ന് പറയുന്നത് ഉൾപ്പെടുന്ന 5 ഐസ് എന്ന് പറയുന്ന കൺട്രീസ് ഉണ്ട്. അതായത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങൾ. ഇപ്പം അമേരിക്കയുണ്ട്, ബ്രിട്ടനുണ്ട്, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളും. അപ്പോൾ ഫ്രാൻസും ഒക്കെ ഈ യൂറോപ്യൻ കൺട്രിയിലാണെങ്കിലും ഫ്രാൻസിനോടൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യമല്ലാത്തതുകൊണ്ട് ഒരു വിട്ടുവീഴ്ച മനോഭാവമാണ്. വിട്ടുവീഴ്ച വെച്ചാൽ ഒന്ന് വിടും, ഒന്ന് അടുത്ത് വയ്ക്കും, അങ്ങനെയുള്ളൊരു സമീപനം. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ചാണ് ഫ്രാൻസിൻ്റെ ഔദ്യോഗിക ഭാഷ. ഫ്രഞ്ച് സംസാരിക്കുന്നവരെ നമ്മളെന്തിനാ കൂടെ നിർത്തുന്നത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഈ പറയുന്നത്. മാത്രമല്ല ഈ ഫ്രാൻസും ഓസ്ട്രേലിയയും തമ്മിലൊരു കരാറിൽ ഏർപ്പെട്ടു. എന്ന് വെച്ചാൽ ഈ ഈ മുങ്ങിക്കപ്പൽ അന്തർവാഹിനികൾ നിർമ്മിക്കാനായിട്ട് ഒരു കരാർ. അപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഫ്രാൻസ് മുങ്ങിക്കപ്പൽ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ആ സ്ഥലത്തേക്ക് അമേരിക്കയും UK കൂടെ കടന്നു കയറി ഈ കരാറിനെ അങ്ങ് വെട്ടി. എന്നിട്ട് ഈ ഓസ്ട്രേലിയ എടുത്ത് പറയുകയാണ് ഞങ്ങൾ നിർമ്മിച്ചു തരാമെന്ന്. അങ്ങനെ ഫ്രാൻസ് ഇവരുമായിട്ടുള്ള കരാറിൽ നിന്ന് ഓസ്ട്രേലിയ ഇവരെ ഒഴിവാക്കുകയാണ്. അപ്പോൾ ഫ്രാൻസിന് കരാർ നഷ്ടമായി. മാത്രമല്ല ഇംഗ്ലണ്ടും അമേരിക്കയും ചേർന്ന് ഇവർക്ക് ഇത് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു. അന്ന് മുതൽ ഫ്രാൻസിന് ഈ അമേരിക്കയോടൊരു ദേഷ്യമുണ്ട്. മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇങ്ങനെ അമേരിക്കയെ മാത്രം ആശ്രയിക്കരുതെന്ന് യൂറോപ്യൻ രാജ്യങ്ങളോട് ഫ്രാൻസ് ആവശ്യപ്പെടുന്നുണ്ട്. ഇമ്മാനുവൽ മാക്രോൺ, അതാണ് ഫ്രഞ്ച് പ്രസിഡന്റ്, അദ്ദേഹം ഈ വർഷം ആദ്യം ഇന്ത്യയിൽ വന്നിരുന്നു. സൈനിക മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, ട്രേഡ് രംഗത്തൊക്കെ ഒരുപാട് കരാർ ഇന്ത്യയുമായിട്ട് ഒപ്പുവെച്ചു. അപ്പോൾ ഈ കരാറിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പാസഞ്ചർ ഹെലികോപ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഈ അന്തർവാഹിനികൾ, ഇതൊക്കെ നിർമ്മിക്കുന്നു പരസ്പര സഹകരണത്തോടെ. അപ്പോൾ ഫ്രാൻസിൻ്റെയും ഇന്ത്യയുടെയും സഹകരണത്തോടെ. ഈ ഹെലികോപ്റ്റർ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? ടാറ്റയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഇത്തരം വ്യോമയാന മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അവരും ഫ്രാൻസിലെ എയർബസോടെ ചേർന്ന് സംയുക്തമായാണ് ഇത്തരം കരാറുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഈ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ, കൊടുക്കൽ വാങ്ങുന്നതിൽ, അതുപോലെ തന്നെ കപ്പലുകൾ, മുങ്ങിക്കപ്പലുകൾ, അതുപോലെ ഹെലികോപ്റ്റർ, ഇതൊക്കെ നിർമ്മിക്കുന്നതിന് പരസ്പരം ഒരു സഹകരണത്തിലേക്ക് പോവുകയാണ്. അപ്പം UN സെക്യൂരിറ്റി കൗൺസിൽ ഉൾപ്പെട്ട ഫ്രാൻസ് ഇന്ത്യയിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കാനായിട്ട് വരുന്നതോടുകൂടി ഇന്ത്യക്ക് ലോക വ്യാപാര രംഗത്ത് വലിയ വളർച്ചയുണ്ട്. $3 ബില്യൺ കയറ്റുമതിയാണ് നമ്മൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്, കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങാം. ഇതെല്ലാം തന്നെ അനുകൂലമായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല ഈ റഷ്യയിലെ ഇസ്രായേലിനെയൊക്കെയാണ് നമ്മൾ ഡിഫൻസ് പാർട്ണറായി കരുതിയിരുന്നത്. ഇപ്പോൾ ഫ്രാൻസിനെയും കരുതുകയാണ്. അപ്പോൾ ഫ്രാൻസുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുന്നതോടുകൂടി ഇനി ഒരു ആവശ്യം വന്നാൽ നമുക്ക് അവരുടെ കയ്യിൽ നിന്നും ആയുധങ്ങൾ ഇങ്ങോട്ട് വാങ്ങാനും ടെക്നോളജിയൊക്കെ ഷെയർ ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ 5 ഐസ് എന്ന് പറയുന്ന ഈ അമേരിക്ക അല്ലെ ഇംഗ്ലണ്ടിൻ്റെ ഒക്കെ തന്ത്രത്തിനെ ഇനി ഫ്രാൻസ് ഒന്നും വിലമതിക്കുന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യാതെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പോകണമെന്ന് ഫ്രാൻസ് നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പിനാക്ക മിസൈൽ വേണമെന്ന് പറഞ്ഞ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഒരു മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യയിൽ നിന്ന് ഫ്രാൻസ് വാങ്ങുന്നു. ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ സമയം തന്നെ വിവിധ ദിശകളിലേക്ക് അയക്കാം. വേണമെങ്കിൽ ഒരേ ദിശയിലേക്ക് പോകാം. 44 സെക്കൻഡ് കൊണ്ടാണ് 12 മിസൈലുകൾ പോകുന്നത്. അങ്ങനെ ഒരു ബാറ്ററി കൊണ്ട് 72 മിസൈലുകൾ തൊടുക്കാന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ശക്തി ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അർമേനിയ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കൂടാതെ ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളുണ്ട്, ഇപ്പം മിഡിൽ ഈസ്റ്റിലെ ആ രാജ്യങ്ങൾ, യൂറോപ്പിലെ ചെറുതും വലുതുമായ രാജ്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ പിനാക്ക മിസൈലിലൂടെ നമുക്ക് വലിയൊരു വാണിജ്യ കരാർ ആയുധ വ്യാപാര രംഗത്ത് ഉണ്ടാകുന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. തീർച്ചയായിട്ടും.